ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പണ്ടത്തെ ആമയും മുയലും കഥയെപ്പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, മുയലിൻ്റെ അബദ്ധത്തിൽ നിന്നാണല്ലോ ആമ ജയിച്ച് കയറിയത്. പക്ഷേ ആമയുടെ വിജയം എന്നാൽ ആ ഒരു മൈൻഡ് സെറ്റാണ്. പരാജയ ഭീതിയില്ലാതെ സ്ഥിരോത്സാഹത്തോടെ തൻ്റെ കർമ്മം നിർവഹിച്ചു, അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്തു. മുയലിനെ പോലെ തന്നേക്കാൾ കഴിവുള്ള ഒരാളോട് മത്സരിക്കാൻ ധൈര്യം കാണിച്ചു, തൻ്റെ മത്സരം പൂർത്തിയാക്കുകയും ചെയ്തു. അതൊരു വലിയ കാര്യം തന്നെയാണ്. തന്നേക്കാൾ ഉയർന്നവരുടെ മുന്നിൽ പതറാതെ ചങ്കൂറ്റത്തോടെ ഒരു മത്സരത്തിന് തയ്യാറായി എന്നതും വളരെ പ്രധാനമാണ്. ആമയുടെ ആത്മവിശ്വാസവും ചങ്കൂറ്റവും സമ്മതിച്ചേ തീരൂ. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും പ്രത്യേകതകളുമുണ്ട്. അത് മനസ്സിലാക്കി ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ആമയെപ്പോലെ പരാജയ ഭീതിയില്ലാതെ കർത്തവ്യം തുടർന്നുകൊണ്ടിരിക്കുക, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക, നമ്മളെക്കാൾ ഉയരത്തിലുള്ളവരെ ഓർത്ത് മനസ്സ് തളരാതിരിക്കുക, നമ്മിലുള്ള ഏറ്റവും മികച്ചത് പുറത്തെടുക്കുക. ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ, സ്ഥിരതയോടെ, ദൃഢതയോടെ മുന്നോട്ട് നീങ്ങുക. വിജയം ഉറപ്പാണ്. നമ്മളിൽ തന്നെയുള്ള ശത്രുവിനെയാണ് നമ്മൾ ജയിക്കേണ്ടത്. നമ്മുടെ പരാജയ ഭീതിയെ, അക്ഷമയെ, മനം മടുപ്പിനെ, ധൈര്യക്കുറവിനെ, ഇതിനെയെല്ലാം മറികടന്ന് ആസ്വദിച്ച് ഇഷ്ടത്തോടെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം, കൂടുതൽ ഉയരങ്ങളിലേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.